ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ഷാഫിയിലേക്ക് എത്തുകയാണോ, അതോ രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആണോ നടക്കുന്നതെന്ന് പോലും സംശയം ഉണ്ടാകുന്നില്ലേ? കൃത്യമായിട്ടും അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ട് ശ്രീല. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ വിവാദം ഉണ്ടാകുന്നില്ല, ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നില്ലെങ്കിൽ കോൺഗ്രസിലെ ഇന്നത്തെ ഏറ്റവും പ്രബലരായ രണ്ട് നേതാക്കളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. 2026 ഒരു മിനിസ്ട്രി വന്നാൽ അതിൽ ചിലപ്പോൾ മന്ത്രിമാരൊക്കെ ഇത് തീരുമാനിക്കുന്നത് പോലും, അല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ, പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് തീരുമാനിക്കുന്നത് പോലും ചിലപ്പോൾ ഈ ഷാഫി രാഹുൽ അച്യുതണ്ടായനെ, അവരുടെ ഒരു ടീമായനെ. അപ്പൊ കോൺഗ്രസിനകത്ത് തന്നെ അവർക്ക് രണ്ടുപേർക്കും അവർക്കുള്ള ഒരു ജനകീയത പ്രധാനമാണ്. നമ്മൾ ഈ ബാക്കിയുള്ള എല്ലാ നേതാക്കളൊക്കെ വലിയ കേവന്മാരാണെന്ന് പറഞ്ഞാലും ഈ രണ്ടു പേർക്കും, പ്രത്യേകിച്ചും അത് ഷാഫിയാണ് അങ്ങ് ആ നിലയ്ക്ക് ഒരു ജനകീയത ആദ്യം ഉണ്ടാക്കിയെടുത്തത്. അത് ഒരു വേറെ സ്റ്റൈലാണ്. അത് എനിക്ക് തോന്നുന്നു CPM-ലെ ആർക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ആർക്കെങ്കിലും അനുകരിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നല്ല. കോൺഗ്രസിലെ തന്നെ പിന്നീട് വന്ന പിള്ളേരെ, രാഹുലും അഭിജിത്തും അങ്ങനെയുള്ള പിള്ളേരൊക്കെയാണ് പിന്നീട് അത് ഷാഫിയെ കണ്ട ആ ഒരു സ്റ്റൈല് പിന്തുടരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഷാഫി ഉണ്ടാക്കി വെക്കുന്ന ഒരു അതെ ഗ്രാസ് റൂട്ട് ലെവലിൽ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സാറ് പോലും നേരെ ചിലപ്പോ ഒരു 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 വീടിന്റെ അടുക്കളയിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അങ്ങനെ അത്രയും അങ്ങ് ജനങ്ങളുമായി അടുത്ത് നിന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിനും അപ്പുറത്താണ് ഷാഫിയുടെ ഒരു ശൈലിയാണ്. അത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ആദ്യത്തെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പല ഘട്ടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ താരേക്കാട് അഗ്രഹാരം ഏറിയാണ്. അഗ്രഹാരത്തിലൊക്കെ പല അമ്മമാരും ഇറങ്ങി പുറത്തു നിൽക്കുന്നത് കാണാം ഷാഫിയെ കാണാൻ വേണ്ടി. ഷാഫി ഇതുവഴി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി അമ്മമാര് പുറത്ത് കാത്തു നിൽക്കുന്ന കാണാൻ കഴിയും. അത്രമാത്രം അഗ്രഹാരങ്ങളിൽ പോലും ഒരു സ്വീകാര്യതയുള്ള ആളായി ഷാഫിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ ഇടയിൽ. അങ്ങനെ വലിയ സ്വീകാര്യത ഷാഫിക്ക് ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൂടി സംശയിച്ചാൽ തെറ്റില്ലല്ലോ. അത് നമ്മൾ സംശയിക്കേണ്ടി വരും. ഞാൻ ഇടയ്ക്ക് 1-2 പോസ്റ്റുകൾ ഈ ഷാഫിയുടെ പ്രചാരണം കണ്ടിട്ടിട്ടുണ്ട്. മൈതാനത്തിലും മെസ്സിയാണ് ഷാഫി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത്. കാര്യം മെസ്സി വന്നുകൊണ്ട് പോകുന്ന പോലെയാണ് ഇയാളുടെ പോക്ക്. ഇയാളിങ്ങനെ നല്ല നല്ല സ്പീഡിലായിരിക്കും കാര്യങ്ങളൊക്കെ പോകുക. കൊച്ചുങ്ങളെ എടുത്ത് ഒരു ഓളം ഉണ്ടാക്കിക്കൊണ്ടാണ്. ആ ഓളം മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ പ്രചാരണങ്ങളിലൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ഷാഫി ഉണ്ടാക്കിയെടുത്തൊരു ജനകീയത രാഹുൽ പിന്നീട് എനിക്ക് തോന്നുന്നു ഷാഫിക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ വോട്ട് ഭൂരിപക്ഷമായി കൊടുത്തുകൊണ്ടാണല്ലോ രാഹുൽ പാലക്കാട് നിന്ന് വിജയിച്ചു വരുന്നത്. അതെ, പിണറായി വിജയനെ മിസ്റ്റർ വിജയൻ എന്ന് വിളിക്കണമെങ്കിൽ ചെറിയ തന്റെ ഇടം പോരല്ലോ. കോൺഗ്രസിലാരും അങ്ങനെ വിളിച്ച് നമ്മൾ കേട്ടിട്ടില്ല.